ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് കൊണ്ട് സ്വാഗതം ഗൈസ്. നമുക്ക് എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ ഈ ഒരു വീഡിയോയിലോട്ട് കൊണ്ട് സ്വാഗതം ഗൈസ്. നമുക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വീഡിയോ ചിലവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ലൈക്കൊന്നും ചെയ്യാതെ കാണുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക ഗൈസ്, പ്ലീസ് ഗൈസ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ ഞാൻ വേറൊരു വില്ലേജ് കണ്ടെത്തിക്കണേ. ആരിപ്പോൾ വില്ലേജ് ഇപ്പോൾ ഞാൻ ഏത് ഭാഗത്താണ് കണ്ടിരുന്നത്? ഈ ഒരു ഭാഗത്തേക്കാ ഓഹോ മറന്നല്ലേ. ഞാൻ ഈ ഒരു വേൾഡിലേക്ക് കയറാത്തോണ്ടേ മറന്നു കഴിച്ചു. ഞാൻ ഈ ഭാഗത്തുനിന്ന് കണ്ടീന്, ഈ ഒരു ഭാഗത്ത് കണ്ടീന് അറിയില്ല. ഏതൊരു ഭാഗത്ത് പോയപ്പോൾ കണ്ടീന്. നൈറ്റ് ആവാനായി. അപ്പം ഈ ഒരു നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ ഒരു നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വില്ലേജിൻ്റെ ആ ഭാഗത്ത് പോയൊക്കെ എന്നാലേ കുറച്ച് ഐഡിയ കിട്ടുള്ളൂ ഏത് ഭാഗത്തുനിന്ന് ഞാൻ നോക്കിയിരുന്നത്. ഞാൻ ഈ ഭാഗത്ത് പോയപ്പോഴാണ് കണ്ടത്, അല്ലാതെ ആ ഭാഗത്ത് പോയപ്പോഴാണ് കണ്ടതെന്ന് വെച്ചറിയില്ല. ഏതൊരു ഭാഗത്ത് പോയപ്പോൾ കണ്ടിട്ട് കഴിച്ചു. ഞാൻ ഏത് ഭാഗത്ത് പോയതെന്ന് ചോർമ്മല്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ അടയാളം വെച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. നോക്കാം നമുക്ക്. എന്തെങ്കിലുമൊക്കെ അടയാളം വെക്കാറില്ലേ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മളെ വെറ്റായിരിച്ചു അവിടെ ഇരിക്കണ മാതിരി തോന്നിച്ച്. കാരണം ഇവിടെ അല്ല വില്ലേജ് കാര്യമില്ല. ഇവിടുന്ന് ഞാൻ എന്തൊരു അടയാളം വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ പോയതെന്നില്ല അറിയാൻ വേണ്ടിയിട്ട്. ഏത് ഭാഗത്തുനിന്ന് നമ്മൾ പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ കുന്തമടിയൊക്കെ എന്താ അവിടെ അറിയില്ല. ഏത് ഭാഗത്ത് പോയപ്പോഴും ഞാൻ കണ്ടതോ ഇതാണ് കിട്ടാത്ത കേക്ക്. ഏതൊരു ഭാഗത്തേക്ക് പോയപ്പോഴാണ് വെച്ചാൽ ഇത് ഇതായത്. ഈ ഭാഗത്തുനിന്ന് തന്നെയാണോ അറിയില്ല കേട്ടോ. ഞാൻ പോയോട്ടെ. ഏതൊരു കുന്നൊക്കെ കയറിയിട്ടുള്ളതാണ്. ഏതായാലും ഈ ഒരു ഭാഗത്തോടെ ഒന്ന് പോയോട്ടെ. അവിടെ ഞാൻ ഈ ഒരു ഭാഗത്തോടെ പോയിട്ട് വില്ലേജ് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മീറ്റ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തിരിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ആ ഒരു ഭാഗത്തല്ല നമ്മൾ വന്ന കാലത്ത് തന്നെ നമ്മൾ ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് പോയേക്കാം. ഈ ഒരു ഭാഗത്താണ് തോന്നുന്നത്. ആ ഒരു ഭാഗത്തിൽ ഞാൻ വിചാരിച്ചു ഓൻ്റെ ബ്രെഡ് കണ്ടാണ്ട് വിചാരിച്ചു കയ്യിലെ ബ്രെഡ്. വേറെ ഫുഡ് അതിലുണ്ടെങ്കിൽ ഇല്ലല്ലോ ഗൈസ്. അവിടെ അതിൽ ഇനി വേറെ ഫുഡില്ല. ഫുഡ് കണ്ടെത്തണമല്ലോ. ഈ ഭാഗത്ത് പറ്റാൻ വാട്ടർ മെല്ലാം കണ്ടിട്ട് ഞാൻ പോയിട്ട് എടുക്കട്ടെ. നമുക്ക് ഭയങ്കര വിശപ്പിൻ്റെ അസുഖമാണെന്ന് അറിയാലോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു വാട്ടർ മെല്ല് എടുക്കാം. വാട്ടർ മെല്ല് അപ്പോൾ ഗൈസ്, ഇത് മൊത്തം എടുത്തിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ മൊത്തം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആകെ 59 പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു ഷെയ്ഡർ മാറ്റാം ഗൈസ്. ഈ ഒരു മേഘങ്ങളൊക്കെ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റാം. കാരണം എന്താ അറിയില്ല, എന്തൊക്കെയോ മാറ്റി തോന്നുന്നു. നമുക്ക് ഈ ഒരു ഷെയ്ഡർ മാറ്റി പിടിച്ചാൽ ഗൈസ്. ഇപ്പം ചെറിയൊരു
ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പം എന്തെങ്കിലും ചെറിയൊരു മാറ്റം തോന്നില്ലേ? എന്നിട്ട് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി ഇതുപോലെയൊക്കെ ആക്കി മേഘങ്ങളൊക്കെ ഇപ്പം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് പശുവിനെ വെട്ടിക്കൊല്ലാം. കാരണം ഫുഡാണ് ഫുഡ്. ഓ സ്കെൽറ്റൻ ഞാനില്ല. നമുക്ക് നേരെ നമ്മുടെ വരി കത്താം. കത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു നൈറ്റ് ഇവിടുന്ന് കഴിച്ചാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഈ നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ആ ഒരു ഭാഗത്താവുന്നു വില്ലേജ്. കാരണം ഈ ഒരു ഭാഗത്ത് പോയിട്ട് വില്ലേജ് ആണല്ല. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഭാഗത്തേക്കാണ് പോകാനുള്ളത്. വൈകിട്ടാന്നാ ജീന് വൈകിട്ടെത്തിയാൽ പോയി. വേണ്ട, വെറുതെ ഓരോ തിരക്കുണ്ടാക്കണ്ട. വേറെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ജുറാസിക് പാർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജുറാസിക് പാർക്ക് മറ്റേ പുതിയതില്ലേ, അത് കണ്ടു തീർക്കാവുള്ളൂ. അവിടെ കണ്ടിരിക്കാണ്. എവിടെ സ്കെൽറ്റൻ്റെ സൗണ്ട് ഇട്ടല്ലോ. എവിടുന്നോ സ്കെൽറ്റൻ്റെ സൗണ്ട് ഇട്ടല്ലോ ഞാൻ. അത് തോന്നിട്ട് ഇനി ഈ മല തന്നെയാണോ തോന്നുന്നു. ഈ ഒരു മലയാണോ ഇനി ഇതിൽ കൂടെ പോയിട്ടാണോ അറിയില്ല. ഏതായാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ പോയേക്കാം. ഇവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ട് അവിടെ പംകിൻ കണ്ട് അപ്പം ഈ ഭാഗത്ത് തന്നെ തോന്നുന്നു. അപ്പോൾ ഞാൻ വില്ലേജ് എത്തിയിട്ട് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാം. അപ്പോൾ വേറെ വില്ലേജ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി അവിടേക്ക് എത്തണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയുണ്ട് നമുക്കിവിടെ ഒരു പാത ഉണ്ടാക്കാം. നമുക്ക് അങ്ങോട്ട് നടന്നു പോകണ്ടേ, ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോകണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിക്കട്ടെ. അപ്പം ഞങ്ങൾ മീറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, ഇപ്പം ഫോണൊന്ന് ഓഫായി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഷെയ്ഡറൊന്ന് വേറെ മാറ്റി പിടിച്ചാൻ വേണ്ടി ഞാൻ ഷെയ്ഡറൊന്ന് മാറ്റി പിടിച്ചാൻ വേണ്ടി ബാക്ക് അടിച്ചതിന് ഇതിപ്പോൾ ഷെയ്ഡർ മാറ്റാൻ പറ്റത് ഇങ്ങനെ ലോഡായി വന്നപ്പോൾ അതിന് കാത്തുന്നതിന് അത് കാത്തുന്നപ്പോൾ എന്തായി ഫോണാണ് ഓഫായി. ഫോണായപ്പോൾ എന്തായി ഇനിയിപ്പോൾ വീണ്ടും ആഴ്ച തൊട്ട് എടുക്കണം. ആഴ്ച തൊട്ടല്ല, ഇതിപ്പോൾ 8 മണിക്കൂർ മറ്റെടുത്തു. അതാണ് ക്രീപ്പർ 8 മണിക്കൂർ നമ്മൾ എടുത്ത് ഞങ്ങൾ. ഇനി എനിക്ക് കുറച്ചുകൂടി എടുത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ളതൊരു 31.18 മണിക്കൂർ അങ്ങനെ എന്തൊക്കെ ആയിട്ട് ആ രീതിയിൽ എടുക്കാൻ പറ്റും. ക്രീപ്പർ അതുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പാത ഒരു ഒരുമാതിരി തോന്നുന്നു. വേറെ ആകെ വളഞ്ഞും കുളിഞ്ഞും പോയി ഗൈസ്. നല്ലതായിരിക്കും പോകാൻ വിചാരിച്ചത്, പക്ഷേ വഴി തെറ്റിപ്പോയി. ഈ ഒരു ഭാഗത്തു കൂടെ നമുക്ക് പോകേണ്ടത്. ഈ ഒരു ഭാഗത്തു കൂടെ നേരെ നിന്നിട്ട് അടിയിൽ കറങ്ങേണ്ടത്. പക്ഷേ അതിൻ്റെ പകരം നോക്കിയാൽ ഞാൻ ഫസ്റ്റ് തൊട്ട് കാണിച്ചു തരാം. ക്രീപ്പർ പോയോ? റീസ്പോണായിട്ട് പോയിട്ടില്ല. പോയി തോന്നുന്നു. ഇവിടെയാണ് അതിൻ്റെ ഫസ്റ്റത്തെ തുടക്കം. ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയിട്ട് എന്നിട്ട് ഇവിടുന്ന് വലത് ഭാഗത്തേക്ക് വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞ് എന്നിട്ടൊന്ന് വലത് ഭാഗത്തേക്ക് പിന്നെ വലത് ഭാഗത്തേക്ക് പിന്നെ അങ്ങനെ നേരെ പോയിട്ട് പിന്നെ ഇതാ വലത് ഭാഗത്തേക്ക് പോയിട്ട് പിന്നെ നേരെ പോയി
പിന്നെ നേരെ അങ്ങ് പോയാണ്ട് ഊണ് വലത് ഭാഗത്തേക്ക് പോയി. അങ്ങനെ വലത് ഭാഗത്തേക്ക് പോയി ഇങ്ങനെ ആയി. മൂന്ന് വലത് ഭാഗത്ത് പോയതാ. പിന്നെ ഇങ്ങനെ ആയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡിസ്കൗണ്ട് അടിച്ച് പോകണം. അനുകൂലമായിപ്പോയി. നല്ലതായിരിക്കും. അവിടെ നിങ്ങൾ നേരെ അവിടെ വന്നാൽ മതി. ഇനി ഞാനിത് ആകെ കൊളാക്കി. വിഷയമൊന്നുമില്ല. നമുക്കിപ്പോൾ ഏതായാലും നമുക്ക് പരിക തന്നില്ലേ, അതൊക്കെ നമുക്ക് ഇതാക്കാം. അതൊക്കെ നമുക്ക് ഒപ്പിച്ചാം. ഏതൊരു ലീഡ് കിട്ടിക്കണ്, ആ കയറും കിട്ടിക്കണ്. നമ്മളതിലൊരു ബോട്ടും ഉണ്ട്. നമുക്ക് നമ്മളെ 2 വില്ലേജറെ, അടുത്ത 2 വില്ലേജിനെ നമുക്ക് തട്ടിക്കൊണ്ടുപോകാം. ഗൈസ് തട്ടിക്കൊണ്ടുപോകാം. അയൻകുളത്തിന് അതിൽ നിന്ന് അടിയിട്ടാൽ മതി. നോക്കാം. ഇപ്പോഴാണ് കുറച്ചൊന്നൊരു സമാധാനമായി. മറ്റേതാകുമ്പോൾ മറ്റേ ഷേഡർ ഇട്ട് ഒരുമാതിരി എന്തൊക്കെയുമായി തോന്നുക, ഛർദ്ദിച്ചാനൊക്കെ. ഞാൻ ഈ ഒരു ഷെൽട്ടറിനെ പിടിച്ച് പിന്നെ 1-2 വില്ലേജറൊക്കെ സോംബിയിൽ ഇന്ന് അടിയിട്ടേണ്ടി ചത്തുക്കണം. അതിന് ചുറ്റല്ല. അസുഖം നമുക്ക് ഈ ഒരു കൂട്ടുന്നില്ല ആളെടുത്താൽ ഓമ്പടെ കണക്റ്റ് ആവും. ഇത് നോക്കിക്കൊണ്ടിരുന്ന ഒരാളുണ്ടേനല്ലോ. ആളെ പോയി. ഒരാളിത് അവിടെ, രണ്ടാമത്തെ ആളോട് ഇവിടുത്തെ ആളാടെ പോയി തോന്നുന്നു. ഇവിടെ ജോലി എടുക്കുന്ന ആളെയാണോ തോന്നുന്നു. ഏതായാലും ആ കൂട്ട് കിടക്കുന്ന വില്ലേജറിനെ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ ആ വില്ലേജറിനെ ആരെ കൂട്ടിലാക്കി വെച്ച്? ഏതായാലും ഞാനല്ല കേട്ടോ ഗൈസ്, ഞാനല്ല. നിൻ്റെ കാര്യം പറയാമല്ലോ. ഞാനൊന്നല്ല. ചിലപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ചാടി വന്നേക്കാരം. ഏതായാലും എന്നെ ഇവിടുന്ന് രക്ഷിച്ചേക്കാം. ബാ, ഈ ബോട്ടിലോട്ട് കയറ്റോ. കയറണില്ലല്ലോ. ഒന്ന് കയറി വാടാ. അത് പാരാ? ബേബി വില്ലേജ്. അനക്കത്ര പണി ഇവിടെ തര പാര മണ്ടി പോകുന്നു. ഇപ്പോൾ ആണോ ഒരാളെ കയറി നമ്മളെ ഫുഡും തന്നു. എന്നിട്ട് നമ്മൾ ലീഡും വെച്ച് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകും. പിന്നാലെ വരുന്നുണ്ടാവും. വിശ്വസിച്ച് ഞാൻ പോകുന്നു. നമ്മൾ പോകുന്നു. എന്താണ് കണക്കാകത്തെ? അല്ലേ കാണാൻ ആവശ്യമില്ലെന്നോ ആവശ്യമില്ലാത്തതിൻ്റെ ഓരോരുത്തരും ഇതാണ്. നമുക്ക് ഇനി ബനിയും പിടിച്ചുണ്ടാവും. നേരെ പോയാൽ മതി. പോയി വളഞ്ഞു പോയി. വളഞ്ഞു പോയി. ഇങ്ങനെ പോന്നാ പെട്ടെന്ന് വലിച്ചോണ്ട് പറ്റും. ഇവിടുന്ന് വണ്ടിയോ? ഇവിടുന്ന് വണ്ടിയാണ്. അവിടെ നിന്ന് വിലക്ക് എങ്ങനെ ഞാൻ അവിടെ എത്തിച്ചൊന്ന് ഒരു ബോധ്യമില്ല ഗൈസ്. അവർ ബോട്ട് കയറാ, ഇങ്ങനെ ബോട്ട് കയറ്റാ. യെസ്, ജോലി ചെയ്ത സാധനങ്ങളോട് എടുക്കാം. എന്തായി? കൊണ്ടുപോയില്ല. ചിലപ്പോൾ ഇവിടുന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. കണക്ട് ചെയ്യാണ്ട് ഇവിടെ നിൽക്ക്. ഞാൻ അതോടിനാണ് ചന്ദ്ര. അതോടൊന്നും നിർത്താൻ എനിക്ക് സമാധാനമായില്ലേ? ഞാനാരേ പൊട്ടന് വെറുതെ അവിടെ പോയി പൊട്ടിച്ചും ചെയ്യുന്നല്ലാതെ.
ഇപ്പം എവിടെ കണ്ടിട്ടേക്കണ ഇപ്പം ഇവിടെ തന്നെ ഇല്ലേ അതെന്താ കൈസോ അങ്ങനെ അവരിത് ഓൻ ജോലി ചെയ്ത സംഭവം നമ്മൾ പൊട്ടിച്ച് കളഞ്ഞാൽ അതേമാതിരി നോർമൽ വില്ലേജറെല്ലാം ഉണ്ട് ജോലി ചെയ്യാത്തപ്പോൾ ഈ ഒരു നോർമൽ വില്ലേജറെല്ലാം ഉണ്ട് എന്താ വില്ലേജർ കണക്റ്റായി കണക്റ്റായി വെച്ചറിയില്ല അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും എന്താ അയിമൊന്നും വിടാത്തെ അറിയില്ല കേസ് ഇപ്പം നമുക്ക് ഇവിടുന്ന് ഏതായാലും അവനെ വില കൊണ്ടുപോകാണ്ട് അല്ല ഇപ്പോൾ വേറെ അയിമൊന്നുമില്ല ഏതാ മ്യൂസിക്കൊക്കെ പൊളി മ്യൂസിക്കൊക്കെ പിന്നാലെ തന്നെ വരുന്നില്ല ഞങ്ങളൊക്കെ ഉണ്ട് അവർ പിന്നാലെ വരുന്നുണ്ട് തെങ്ങത്തെ സൗണ്ടൊക്കെ ഇത് ഞാനിതിൽ ഹൊറർ മോഡൊന്നും ചേർത്തില്ലല്ലോ ഇതിൽ നമ്മൾ നോർമൽ വേൾഡാണ് നോർമൽ വേൾഡ് ആകുമ്പോൾ ഇതിൽ നമ്മൾ ഷെയ്ഡറൊന്നും ഇടാൻ പാടില്ല ഹൊറർ മോഡ്സൊന്നും ഇടാൻ പാടില്ല പിന്നെ ചിലപ്പോൾ ഈ ഒരു വേൾഡിലുള്ള ഹൊറർ മോഡ്സ് കയറാം ഹൊറർ മോഡ്സ് എന്ന് വെച്ചാൽ മറ്റേതില്ലേ ഇടയ്ക്കൊക്കെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കില്ലേ ഒരു കേവിൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോൾ ഒരു സൗണ്ടൊക്കെ എന്താ പറയുക നമ്മൾ ഹൊറർ മോഡ് ചേർക്കാതെ ഇല്ലാത്തൊരു ഇതില്ലേ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സൗണ്ട് കേൾക്കാം ചാടി അവസ്ഥ ഇവരെ ഒന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലേ ഒരു 100 ആൾക്കാരെ വിളിച്ചിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ ബീബുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെതറിൽ പോകണം ഓരെ കെട്ടി വലിച്ചാതെ നമ്മൾ കയറിയിട്ട് എന്താ കാര്യം ഓരോ നേരത്തെ ഓരോ മട്ടത്തിനും കാട്ടി കുത്തിരിക്കാൻ വലിച്ച് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ബ്ലോക്ക് മോൾക്ക് വെക്കാൻ പറയുമ്പോൾ മൈൻഡ് ചെയ്തെടുക്കണം ഓക്കെ പിന്നെ കഴിച്ച് നമ്മൾ മറ്റേ ഇതിട്ടിരിക്കണം കേട്ടോ നമ്മൾ മോഡ് ഇട്ടിട്ട് മരം ഇങ്ങനെ മുറിക്കുമ്പോൾ മൈരാക്കാണ്ട് വന്നാൽ ഞാൻ ഇട്ടുകൊണ്ട് ഇതുപോലെ കാണിച്ചാൽ നിൽക്കുമ്പോൾ പറ്റിച്ചാൽ നോക്കുന്നു അയ്യോ പെട്ടെന്ന് കൊണ്ടുപോകണം പെട്ടെന്ന് പോകണം പിന്നാലെ മര്യാദക്ക് പെട്ടെന്ന് പോകണം പൊട്ടി ഓ ഷിറ്റ് വാട്ട് ഡാം ഇറ്റ് എവിടെ ലീഡവിടെ ഏടും കൊണ്ടായോ ഓ ഷിറ്റ് ഗൈസ് എന്ത് ചെയ്യും ഗൈസ് നൈറ്റായി ചെയ്ത് ഓ മൈ ഗോഡ് ഗൈസ് നൈറ്റായി കഴിഞ്ഞാൽ സോംബികളും കാര്യങ്ങളൊക്കെ വരും അപ്പം എന്ത് ചെയ്യും ഓ വണ്ടി അടുത്തത് ഞാൻ എന്തിനാണ് കാട്ടിയെന്ന് വെച്ചാൽ എയറിൽ ഇങ്ങനെ കൊണ്ടുവെക്കാൻ കജിയാകുമ്പോൾ അത് പറഞ്ഞു ഇങ്ങനെ ആകുമ്പോൾ എന്താ സോംബികൾക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റൂല അപ്പം ഈ ഒരു നൈറ്റ് എങ്ങനെയും കഴിച്ചു കൂട്ടിയാണ്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാൻ കേസ് അല്ലാതെ വേറെ വഴിയില്ല താന്നാലും നിങ്ങൾ നോക്കിക്കോ ലീഡ് പൊട്ടിച്ചാണ് പോരട്ടോ അടിയൊക്കെ ഇറങ്ങി ഞങ്ങൾ മയ്യത്തായി
കാരണം സോംബികളെ കടയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്. നമുക്ക് എന്തേലും ഈ ഒരു നൈറ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകണം. എങ്ങനെ പോകുമെന്ന് അറിയില്ല. കണ്ടോ കയറി വരുന്നതാ. ഒരു ബ്ലോക്ക് കൂടി മുകളിൽ പോകട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചാവും. അപ്പോൾ ഗൈസ് ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാണ്ട് ഉറപ്പിച്ചിട്ടില്ല. നമുക്ക് ഈ ഒരു നൈറ്റോട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാം. ഗൈസ് ഇപ്പം ഈ ഒരു നൈറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തു. കണ്ടിട്ട് നേരം വെളുത്ത് വരുന്നു ഗൈസ്. സോംബികൾ ചാവാനും തുടങ്ങി. അവിടെ ചന്ദ്രൻ താന്നു പോണു. ഇവിടുത്തെ സൂര്യൻ പൊന്തി വരുന്നു. എന്താ വില്ലേജൊരാളെ മൂത്ത് പേടിയൊന്നും കാണില്ല. അപ്പം അങ്ങനെ നൈറ്റ് സ്കിപ്പ് ചെയ്തു. എത്ര നേരം പിടിച്ചറിയോ ഗൈസ്? കുറച്ച് നേരം നല്ല നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പണി ഗൈസ്. ഈ ഒരു നൈറ്റ് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് എടുത്താണ്ട് നമുക്ക് പെട്ടെന്ന് നൈറ്റ് നമുക്ക് കഴിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാനത് ചെയ്തില്ലേ. ഞാനത് ചെയ്യാതെ കാത്തെന്ന് പറഞ്ഞാൽ നേരം വെളുക്കണത് വരെ ആ ഒരു ചന്ദന ആ ഒരു ദിശയിലോട്ട് പോണ വരെ ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ അതാ ആ സൂര്യൻ ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. സൂര്യനെ കാണാമല്ലോ. സൂര്യൻ വന്നിട്ടില്ലേ? അതാക്കണം സൂര്യൻ ഉദിച്ചിരിക്കണം അവിടെ. അപ്പം നമുക്ക് നേരെ നമ്മളെ വില്ലേജ് പോവാം. വില്ലേജിലല്ല നമ്മളെ വീട്ടിൽ പോകാം. നിങ്ങളെ വീടല്ല കേട്ടോ, എൻ്റെ വീട്. ഓക്കെ, നിങ്ങൾ എൻ്റെ വീട്ടിൽ പണിക്കാരനായിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് പണിയെടുക്കാനായിട്ട് പത്തനം തരുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് തരുന്നുള്ളൂ. എങ്ങോട്ടേ പോണത്? അപ്പോൾ നമുക്ക് നേരെ അടിയിറങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. വാട്ടർ സോംബി കണ്ട്. വാട്ടർ സോംബി എന്തെങ്കിലും കാട്ടുമെന്നാണ് പേടി. മര്യാദക്ക് അടിയിലേക്ക് ഇറങ്ങി വരണേ. വരാൻ പറ്റില്ല, വില്ലേജറാളാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോണ ടീമാണ്. പോലത്തെ അങ്ങനത്തെ ആൾക്കാരൊക്കെ വലിച്ചു കൊണ്ടുപോണത്. എന്താവും എന്നല്ല കണ്ടറിയാം. നമുക്ക് നമ്മളെ പരി കത്തണ വരെ ഇപ്പം നമ്മളെ പിന്നാലെ തന്നെ. എവിടെ വരില്ലേ? ആ പൊട്ടി. ഇതിലൊക്കെ വലിച്ചുകൊണ്ട് പോകണ നേരം വേറെ വലിച്ചുകൊണ്ട് പോകണം. അത് നീ പോകണം. ഇങ്ങോട്ടൊന്ന് നീങ്ങുക. ഇങ്ങോട്ട് കുറച്ച് മുന്നേക്ക് വരിക. ഇനി പോവാ പിന്നാലെ വന്നോണം. അങ്ങനെ നല്ല കുട്ടികൾ. ചേട്ടനടുത്ത് നീന്തി ചെല്ലട്ടെ. പിന്നാലെ തന്നെ വരുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാട്ടെ ഞാൻ നീന്തി പോണത്. ഇനി നമുക്ക് കയറി കാട്ടണം. ഇങ്ങനെ പോയിട്ട് വണ്ടി എന്നാണ് കാട്ടിയാൽ പോരെ. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ മുകൾക്ക് ഇങ്ങനെ കയറി പോവുക. മുകൾക്ക് കയറി പോയാലേ അങ്ങനെ നമുക്ക് ഇവിടുന്ന് കണ്ടിട്ട് ചാടി അങ്ങനെ പിന്നല്ല വന്നോണം. മര്യാദക്ക് എനിക്ക് പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് വന്നോണം. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? നേരില്ലേ? വൈകിയോ? ഇല്ല, തെറ്റിയോ?
ഏയ് തെറ്റിയോ? നിങ്ങളൊക്കെ ഉണ്ടാകാൻ വന്ന ഇങ്ങനെ വേണം പറയാൻ കേട്ടോ. ഇല്ല അതൊക്കെ അവിടെ മറ്റേ പംകിനുണ്ട്. അവിടെ പംകിന് ഞങ്ങളവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ നമുക്ക് പോകാനുള്ളത്. നമുക്ക് ഈ പൊഴ കൂടെ തന്നെ പോകണം, അല്ലാതെ നമുക്ക് നേരെ കരി സംശയം വന്നാ പിന്നെ പോയി. സംശയം ഇല്ല കണ്ട് നമ്മളെ വീട് അവിടെ ഇവിടെ ഇതിക്കൂടെ നമുക്ക് ഇതിക്കൂടെ ചുറ്റി പോകട്ടാ. നമുക്ക് നേരെ പെരിക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്തിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ വേറെ പെരി ഞങ്ങളെ മീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ വീട്ടിൽ കയറിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ കയറി പൊട്ടിച്ചാനല്ല തുറക്ക് ഓർക്ക് കണക്റ്റാൻ പറ്റുമോ മിക്കാച്ച്. ഇത് പൊട്ടിച്ചിട്ടോ, ഇത് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ മോദിമ കണക്റ്റാവും. ഒരു പ്രശ്നമാണ്. ഇതും ഇതാക്കണം, ഇതും പ്രശ്നമാണ്. രണ്ടും പൊട്ടിച്ചേക്കാം. പിന്നെ ഈ ഒരു ഇത് കുഴപ്പമൊന്നുമില്ല, അതവിടെ നോട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഈ ഒരു വില്ലേജ് കൊണ്ടുപോയിട്ട് പോലെ ബ്രീഡാക്കാലെ സെറ്റപ്പ് ആക്കാൻ കേസ്. അതിന് മുന്നേ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വരാം. അപ്പം ഞങ്ങളെ മീറ്റ് ചെയ്യാം. അപ്പോൾ കേസ് നമുക്ക് ഇവിടുത്തെ വില്ലേജുകാരനൊക്കെ കൊല്ലുന്ന ഞങ്ങൾ പുതിയ വില്ലേജുകാരനെ കൊണ്ടില്ലേ. അപ്പം ഇന്നത്തെ ഈ കോസ്റ്റ്യൂമിൽ വില്ലേജുകാരകളൊക്കെ നമ്മൾ കൊല്ലാം. ഒരാൾ പോയി ഉണ്ടല്ലോ. അപ്പം രണ്ടിടത്ത് വന്നു. ഇങ്ങനത്തെ കോസ്റ്റ്യൂമിൽ വില്ലേജുകാരൊന്നും നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് നല്ല വൃത്തിയിൽ 3 ബെഡ് വേണം. ഇതിലിപ്പം വൃത്തിയില്ല, ഒരു ബെഡില്ല. ഇപ്പം എന്ത് ചെയ്യും? പൊട്ടിച്ച് കളയാം. നമുക്ക് തേച്ചാണ്ട് വൃത്തിയാക്കാനും പറ്റില്ല. വെയിറ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഈ വൃത്തിയുള്ള ബെഡ് മാത്രം നോക്കി വെച്ചാണ്ട് ബാക്കിയുള്ള വൃത്തിയില്ലാത്ത ബെഡുകളൊക്കെ നമുക്ക് കളയാം. അതിനുള്ള പരിപാടി ഞാൻ ഇപ്പം തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ വൃത്തിയുള്ള ബെഡ് ഇപ്പോൾ ഇത് 3 ഉള്ളത്. കുറച്ചൊക്കെ വൃത്തിയുള്ള ബെഡ് ഇത് 3 ഉള്ളത്. അപ്പം ഇതുകൊണ്ട് 3 എടുത്തേക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് പരിപാടി ഒരു ബ്ലോക്ക് മുകളിൽ വെക്കുക, ഒരു ബ്ലോക്ക് കൂടി മുകളിൽ വെക്കുക, ഒരു ബ്ലോക്ക് കൂടി ഒരു ബ്ലോക്ക് കൂടി മുകളിൽ വെക്കുക. ഇത് ഇങ്ങനെ വെച്ച് പോവാം. ഇങ്ങനെ വെച്ച് പോയിട്ട് ഇത് നമുക്ക് അവസാനമായിട്ട് ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട്
ഇവിടെ നമുക്ക് 4 ബ്ലോക്ക് വേറെ 1 2 3 3 നോടി വെക്കാം. നമുക്ക് ഇവിടെ നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ബെഡല്ല ഒരു ഇത് വെക്കാം. കയറി മനസ്സിലാവേണ്ടത് ചെയ്തത് നമുക്ക് ഈ ഒരു ഊളന്നെ എടുത്ത് വെക്കാം. ഈ ഊടെടുത്തോടെ ഇവിടെ കതിരക്കണം. ഓക്കെ, രണ്ട് 3 4 1 2